എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. പ്രേമം അന്ധന്മാര് മാത്രമല്ല മണ്ടന്മാരാക്കുന്നു പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അത് എഴുതിയപ്പോ വന്നതാണ്. തിരിച്ചേട്ടാ ചെയ്യുന്ന എല്ലാ ലവ് സ്റ്റോറീസിലായാലും ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു ലവ് സ്റ്റോറി മറ്റേ കണക്ട് ചെയ്യാതെ ഓരോ ലവ് സ്റ്റോറിയിൽ അതിൻ്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും കമ്പാരിസൺ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണോ? അപ്പോൾ എല്ലാ ലവ് സ്റ്റോറീസിലും ഒരേ പാറ്റേൺ ഒരു ഡിഫറെൻ്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതെ അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസിന് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെ ആണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്.